നമ്മുടെ സാമ്പാർ പൊടിയുടെ കാര്യം പറഞ്ഞില്ലേ? സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആ പൊടി നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല ഇളക്കി. ഉണ്ടോ? നല്ല അടിപൊളി സാമ്പാറായിട്ടുണ്ട്. നമ്മളിനി അതിൽ താളിപ്പാണ് ഇടുന്നത്. നമ്മൾ താളിപ്പ് എനിക്കിട്ടു. അടിപൊളി. ഇനി നമ്മളത് ഓഫാക്കാൻ പോവാം. നല്ല ഒന്നാന്തരം സാമ്പാർ റെഡി. നമ്മളിനിയുള്ളത് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരിക്ക് തോരൻ, നമ്മൾ ഉപ്പേരി എന്ന് പറയും. തോരനാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഇലക്കറി തന്നെയാണ് കേട്ടോ. ഇന്ന് മത്തൻ്റെ ഇല തോരനാണ്. ഇന്നലെ നമ്മൾ ചീരയുടെ തോരനാണ് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ ഇഷ്ടംപോലെ മത്തൻ്റെ വഴിയുണ്ട്. മത്തൻ്റെ ഇലയുടെ തോരൻ താളിപ്പ് നല്ല രസമാണ്. ഇന്നലെ താളിപ്പ് ഉണ്ടാക്കി. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാ ചീരക്കറി. ഇന്നലെ ചീരയുടെ തോരൻ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ മത്തൻ്റെ ഇല തോരനാണ്. അത് വളരെ ചുരുങ്ങി ഉണ്ടാക്കിയപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ തോരൻ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇങ്ങനെ വിരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളത് എല്ലായിടത്തേക്കും എത്തിയെന്ന് വരില്ല. നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ഉപ്പ് ഉണ്ടാവും, ചില സ്ഥലത്ത് ഉപ്പ് കട്ടയായിട്ട് നിൽക്കുക, ചില സ്ഥലത്ത് ഉണ്ടാവില്ല, അങ്ങനെയാവും. അപ്പോൾ നമ്മൾ വെന്തുപ്പത് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ, മതി. മത്തൻ്റെ ഇല തോരനും റെഡി. സാമ്പാർ, മത്തൻ്റെ ഇല തോരൻ ഒക്കെ റെഡി ആയിട്ടുണ്ട്.